ഗുരുവായൂർ വലിയ കേശവനും നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനും പാമ്പാടി രാജനും മംഗലാംകുന്ന് കർണനും കാഞ്ഞിരക്കാട്ട് ശേഖരനും തൃക്കടവൂർ ശിവരാജുവും തിരുനക്കര ശിവനും മാവേലിക്കര ഉണ്ണികൃഷ്ണനും മുല്ലയ്ക്കൽ ബാലകൃഷ്ണനുമെല്ലാം ആനപ്രേമികൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ആഠ്യത്വത്തിൻ്റെ നേർക്കാഴ്ചകളായി ചുവടുവയ്ക്കുന്ന നിരനിരക്കുന്ന ഒരു ഉത്സവം. അത് ആനപ്രേമികളെ ഒരുപോലെ ഇളക്കി മറിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ടെന്താ തങ്ങളുടെ ശിവരാജു തലയെടുപ്പിൻ്റെ തമ്പുരാൻ എന്ന് കേൾവി കേട്ട മംഗലാംകുന്ന് കർണനൊപ്പം ആഞ്ഞു പിടിച്ചു നിൽക്കുന്നത് കാണാൻ മാത്രമായി കൊല്ലത്ത് നാട്ടിൽ നിന്നുള്ള അവൻ്റെ ആരാധകർ എത്തുന്നു. അതുപോലെ പാമ്പാടി രാജനും കാഞ്ഞിരക്കാട്ട് ശേഖരനും ഈരാറ്റുപേട്ട അയ്യപ്പനും തിരുനക്കര ശിവനും ഉൾപ്പെടുന്ന സ്വന്തം വീരയോദ്ധാക്കൾ തെക്കിൻ്റെയും വടക്കിൻ്റെയും കൂട്ടപ്പൊരിച്ചിലുകൾക്കിടയിൽ എങ്ങനെ മാനം കാത്ത് മനസ്സ് നിറച്ച് നിലയുറപ്പിക്കുന്നു എന്നറിയാൻ കോട്ടയംകാരും കരപ്പുറമെന്ന ചേർത്തലയുടെ ചൊരിമണലിലേക്ക് ഒഴുകിയെത്തുന്നു. ചലച്ചിത്രവേദിയിൽ സുഭാഷ് ഗൈ എന്ന ഷോമാനും സകലകലാ പ്രതിഭയായ ബാലചന്ദ്രമേനോനുമൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പ്ലസ് പോയിൻ്റ്, ഒരു കൈപുണ്യം, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മിഡാസ് ടച്ച്, അത് ആനക്കാര്യത്തിൽ തുറവൂർ ക്ഷേത്രത്തിനുമില്ലേ എന്ന് ന്യായമായും സംശയിക്കണം. ഇവിടെ വരുന്നവർ, ഈ മണ്ണിൽ സ്വന്തം കഴിവ് പുറത്തെടുത്ത് നാട്ടാരെ കയ്യിലെടുക്കുന്നവർ പറഞ്ഞു തീരുന്ന നേരം കൊണ്ടെന്ന പോലെയാണ് പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത്. ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ഗജവീരനെ ഒന്ന് തേച്ചു മിനുക്കി ലോകത്തിനു മുന്നിൽ കാഴ്ചവെക്കുന്നതിൽ നിർണായക പ്രാധാന്യമർഹിക്കുന്ന തുറവൂരിൻ്റെ മാഹാത്മ്യത്തിൽ പോയ വർഷത്തെ ഉത്സവത്തിലൂടെ കാറ്റിനേക്കാൾ വേഗത്തിൽ താരപദവിയിലേക്ക് പറന്ന തൃക്കടവൂർ ശിവരാജു ഇക്കുറി കാലേകൂട്ടി തന്നെ എത്തിയിരിക്കുന്നു. ഈ ഉത്സവത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ സീസണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലക്ഷണമൊത്തതും തലപ്പൊക്കത്ത് തന്നെയാണ്. അങ്ങനെ എല്ലാം അവൈലബിൾ, ഏറ്റവും വളരെ നല്ലതായിട്ടുള്ള ആനകളെയാണ് നമ്മളിത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാ കൊല്ലം വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം നാടൻ ആനകളുടെ ഒരു സംഘമായിരുന്നു. ഇത്തവണ ഞങ്ങൾ ഇതിന് തലപ്പൊക്കത്ത് പൂരമത്സരങ്ങളൊക്കെ മത്സരിശീലിച്ചിട്ടുള്ള കർണനുണ്ട്. ഇപ്പം മംഗലാംകുന്ന് അയ്യപ്പനെ നമ്മൾ ഇതാക്കിയതാണ്. പക്ഷേ നീരി നഴിക്കാത്ത ഒരു പ്രശ്നം കാരണം മാത്രമാണ് അവർ വരാതിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ മംഗലാംകുന്ന് പാമ്പാടി രാജൻ, പിന്നെ തെക്കൻകലത്ത് വന്നാണ് ശിവരാജു. ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ 2 കൊല്ലമായിട്ടാണ് ഇപ്പോൾ ആൾക്കാരെ ഇങ്ങനെ അറിഞ്ഞു. നമ്മുടെ തുറവിലാണ് ആദ്യമായിട്ട് അത് എഴുന്നള്ളിച്ച്, എന്നിട്ട് അതിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം തന്നെയാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഒരു എഴുന്നള്ളിപ്പിന് പ്രൗഢി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളമാണ് ഇത്തവണത്തെ ഇതിൻ്റെ ഒരു ഗ്രേഡ് എന്നുള്ളത് നാട്ടുകാർക്ക് തന്നെ മനസ്സിലാകും. ഇത്തവണ സ്ഥിരം ഇവിടുത്തെ ഒരു ഉത്സവ എഴുന്നള്ളത്ത് ആനയായ അയ്യപ്പനെ ഈ വർഷം കണ്ടില്ല. ഈ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ മതപ്പാട് കഴിയാതിരുന്നതിനാൽ ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു. കൂടുതൽ ആനകളുള്ളതിനാൽ നമ്മൾ അതിനെ ഒഴിവാക്കി നിർത്തിയതാണ്. മതപ്പാട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ ആനകളുള്ളപ്പോഴത്തേക്ക് അത് വേണ്ടാന്ന് കുഴപ്പമില്ലെങ്കിൽ പോലും അത് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് വേണ്ടാന്നുള്ളത്. മുൻ വർഷങ്ങൾ മതപ്പാടിലാണ് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സാങ്കേതികമായിട്ട് അതിനെ ഒഴിവാക്കിയത്. പകരം വേറെ ഗുരുവായൂർ ദേവസ്ഥയിൽ ശ്രീധരൻ എന്ന ആനയെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്.